ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നഗരിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നഗരിക്കും പ്രകാശമേ. ശുശ്രൂഷയുടെ ദിനം വ്യാഴാഴ്ച ദിനമാണെന്ന് അതിപുരാതനമായ സഭയുടെ പാരമ്പര്യമനുസരിച്ച് സ്നാനം ചെയ്തതിന് ശേഷം ഉന്നയിക്കപ്പെടുവാനായിട്ടുള്ള ദിവസമാണ്. ദിവസത്തിന് പാപമോചന ദിനങ്ങൾക്ക് അബ്സല്യൂഷൻ തേഴ്സ്ഡേ എന്ന പേരിലൊക്കെയാണ് സഭാ പാരമ്പര്യത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപാസനത്തിൽ ഈ ജൂബിലി വർഷത്തിൻ്റെ പ്രത്യേക തീർത്ഥാടന കേന്ദ്രവും കൂടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ തീർത്ഥാടന സ്ഥലത്ത് നിരവധി പേര് ഈ വർഷം മുഴുവനും പിന്നീടൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ദിവ്യകുംഭസാരത്തിനും ആരാധനയ്ക്കുമായിട്ടുള്ള പ്രത്യേകമായി ചൂക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ കപ്പേള. അതിൻ്റെ ആശീർവാദ കർമ്മത്തിൽ നമ്മൾ ശരിയാണ്. സാഘോഷമായ ഒരു ആശീർവാദം എന്നതിനേക്കാൾ ഉപരിയായിട്ട് കപ്പേളയായി യോഗത്തിനായിട്ട് പ്രതിഷ്ഠിച്ച് ഇത് ആശീർവദിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നീട് ദേവാലയത്തിൻ്റെ തലമുറയ്ക്കാവുമ്പോൾ നമുക്ക് സാഘോഷമായ ആശീർവാദവും ആൾക്കാരുടെ ഭക്തിനേർന്നൊക്കെ നടത്താനാവും. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 19 സഖ്യവൂസിൻ്റെ മരണത്തിലെ സിംഹാസനമായി. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് യേശു ജെറിക്കോയിൽ പ്രവേശിച്ച അന്ന് പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകുവാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സഖ്യവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സഖ്യവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. പ്രകാരമാണ് സഖ്യം
ആമേൻ. ഇവിടെ ഒരു നന്ദിയുടെ ഒരു വാക്ക്. ഇന്ന് പെസഹ വ്യാഴാഴ്ചയായിട്ട് ഞാൻ പിതാവിനോട് രാവിലെ ഒന്ന് സൂചിപ്പിച്ചതുകൊണ്ട് ഇസ്രായേലിൽ പോകുന്ന മുമ്പ് ചാപ്പലിന് വ്യത്യസ്ത തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിതാവാണ് പെട്ടെന്ന് സന്തോഷത്തോടെ ഇത് നൽകിയ ഒരു അനുഗ്രഹമാണെന്ന് നമ്മൾ കരുതുന്നു. ഈ ചാപ്പല് ഒരു 2 മാസത്തിനുള്ളിലാണ് പെട്ടെന്ന് ഇങ്ങനെ ആക്കിയത്. അതായത് നമ്മുടെ തീർത്ഥാടന കേന്ദ്രമായി കൃപാസനം പിതാവ് പ്രഖ്യാപിച്ചു ജൂബിലിയുടെ. അതിൻ്റെ കൺഫെഷൻ നടക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ആൾക്കാർ തീർത്ഥാടകർ വരുന്നത്, അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന ക്രമീകരണം ചെയ്ത് ഇവിടെ ചാപ്പൽ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് സ്വരുക്കൂട്ടിയതാണിത്. പക്ഷേ അതേസമയം തന്നെ നമുക്ക് വേറെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അത് പിതാവ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ സിസ്റ്റേഴ്സ് ഓഫ് കൃപാസനം സിസ്റ്റേഴ്സ് ഓഫ് ബ്ലെസ്സഡ് മേരി, ബ്ലെസ്സഡ് വെർജിൻ മേരി, അതായത് കൃപാസനത്തിൻ്റെ പേരിലുള്ള ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാലമാണിത്. അപ്പോൾ അതിൻ്റെ വീൺമേലിൽ തീർത്ഥാടനം തീരുന്നതിൻ്റെ വീൺമേലിൽ ഇത് കോൺവെൻറ്റിൻ്റെ ചാപ്പലാകാം. അതുപോലെ തന്നെ മുകളിൽ സ്റ്റഡികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അർത്ഥികൾക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോസസ്സിൽ നടക്കേണ്ട കാര്യമാണ്. എല്ലാം പിതാവാണ് പിതാവിൻ്റെ കാലത്താണ് ഇങ്ങനെ ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചനയാണ്. പെട്ടെന്ന് തന്നെ ഇത് വെഞ്ചരിച്ച് നമ്മൾക്ക് കൃപാസനത്തിൽ റോഡെല്ലാം ക്ലോസ് ചെയ്തപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ തീർത്ഥാടകർ 11 ഈ വഴിയിലാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ബിഷപ്പ് ഹൗസിൽ കുളത്തേക്കിട്ട് ആലോചിച്ചപ്പോൾ ഒരു മതാൻ രൂപം അതിന് അവിടെ വെക്കുന്ന പോലെ തന്നെ ഇവിടെ വെക്കണമെന്നുള്ളൊരു ആശയം വന്നപ്പോഴാണ് നമ്മൾ ഗേറ്റ് ചെയ്തിട്ട് അത് ഇന്ന് ആശീർവദിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി പിതാവ് ഇന്ന് സമയമില്ലാത്ത സമയമാണ്, എങ്കിലും അത് കണ്ടെത്തി കൃപാസനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും പിന്നെ കൃത്യമായ സമയത്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പിതാവിൻ്റെ സന്മനസ്സിൻ്റെ സാന്നിധ്യത്തിനും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തി.